RRB NTPC എക്സാമിനായിട്ട് ഒട്ടുമിക്ക ഒരുപാട് ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് 500 റുപ്പി പെർ മന്ത് ബേസിസിൽ ഒരു കുഞ്ഞ് ഫീസോട് കൂടിയിട്ട് ഈ ഒരു കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എക്സാമിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ജോബ് റോൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ നിങ്ങൾ ജൂനിയർ ക്ലർക്ക്, അക്കൗണ്ട്സ് ക്ലർക്ക്, ടൈപ്പിസ്റ്റ് ഒക്കെയാണ് നോക്കുന്നതാണെങ്കിൽ 12th പാസ്സാണെങ്കിൽ ഓക്കെയാണ്. ജസ്റ്റ് 12th പാസ്സാണെങ്കിൽ യു ആർ ഡൺ. ഇനി സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ഗാർഡ്, CATA ഇതുപോലത്തെ ലൈക്ക് ടിക്കറ്റ് കളക്ടർ, അങ്ങനെ ഓരോ നല്ല നല്ല പൊസിഷൻസ് നോക്കുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ആക്ച്വലി ആവശ്യമാണ്. when it comes to eligibility and exam pattern, പോസ്റ്റ് അനുസരിച്ച് ഏജ് വേരി ചെയ്യും. ഇപ്പോൾ റഫ്ലി പറയുകയാണെങ്കിൽ 18 to 30 ആണ് ഏജ് വരുന്നത്. ഡിഗ്രി 12th ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാർക്ക് എക്സാം അപ്പിയർ ചെയ്യാൻ വേണ്ടി പറ്റും. സ്പെസിഫിക് പോസ്റ്റിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 സ്റ്റേജായിട്ട് എക്സാം കണ്ടക്ട് ചെയ്ത മെയിൻലി പ്രിലിംസ്, മെയിൻസ്, അവസാനം ടൈപ്പിക് അഥവാ സ്കിൽ ടെസ്റ്റ്. ശേഷം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷനാണ്. പിന്നെ നിങ്ങളുടെ പോസ്റ്റ് ആൻഡ് അലോട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരും. സ്റ്റേഷൻ മാസ്റ്റർ ആണെങ്കിൽ സാലറി 30,400 പ്ലസ് അലവൻസസ് കൂടി നല്ലൊരു സാലറി തന്നെ ഉണ്ടാവും. ട്രെയിൻ കൺട്രോൾ ചെയ്യുക, പ്ലാറ്റ്ഫോമൊക്കെ കോർഡിനേറ്റ് ചെയ്തൊക്കെയാണ്. ഗുഡ്സ് ഗോഡ് ആണെങ്കിൽ 29,000 തൊട്ട് സ്റ്റാർട്ടിങ്. ഇതിൻ്റെ ഒന്നിച്ച് പേർക്സ് ആൻഡ് അലവൻസസ് വേറെ ഉണ്ടാവും. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, സൂപ്പർവൈസിങ് ഗുഡ്സ് ട്രെയിനൊക്കെ സൂപ്പർവൈസ് ചെയ്യുക. കൊമേഴ്ഷ്യൽ അപ്രൻറ്റൈസ് ആണെങ്കിൽ 35,000 പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്ലസ് പേർക്സ് ആൻഡ് അലവൻസസ്. സൂപ്പർവൈസർ റോളാണ്. ട്രാഫിക് അപ്രൻറ്റൈസ് ആണെങ്കിൽ 35 പ്ലസ് ആണ് സാലറി. ട്രാഫിക് കൺട്രോൾ, ട്രെയിനിൻ്റെ മൂവ്മെൻ്റ് ഒക്കെയാണ് അവിടെ വരുന്നത്. ഇനി 12th പാസ്സാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഡിഗ്രിയാണ്. സ്റ്റേഷൻ മാസ്റ്ററൊക്കെ 12th പാസ്സാണെങ്കിൽ ജൂനിയർ ക്ലർക്ക്, ടൈപ്പിസ്റ്റൊക്കെ അവൈലബിൾ ആണ്. 20,000 പ്ലസ് പേർക്സ് ആൻഡ് അലവൻസസ് എല്ലാം കൂടി അത്യാവശ്യം നല്ല സാലറി വരുന്നുണ്ട്. പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. ഓഫീസ് ക്ലറിക്കൽ വർക്ക്, അക്കൗണ്ട്സ് ക്ലർക്ക് ആയിട്ടുണ്ട്, കൊമേഴ്ഷ്യൽ ക്ലർക്ക് ആയിട്ടുണ്ട്, ഫിനാൻസ് റിലേറ്റഡ്, ടിക്കറ്റ് ബുക്കിംഗ്, കസ്റ്റമർ ഹാൻഡ്ലിംഗ്. സോ പോസ്റ്റ് ആൻഡ് സ്റ്റാർട്ടിംഗ് സാലറി സ്റ്റേഷൻ മാസ്റ്റർ ആണെങ്കിൽ 35 പ്ലസ് ഉണ്ട്. ഗുഡ്സ് ഗാർഡ് ആണെങ്കിൽ 29 പ്ലസ്. ഇതിനൊക്കെ ഒന്നിച്ച് എന്ത് കിട്ടും? പേർക്സ് ഉണ്ടാവും, അലവൻസസ് ഉണ്ടാവും, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സകല ബെനിഫിറ്റ്സും ഉണ്ടാവും. സോ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ജോയിൻ ചെയ്ത് ചീഫ് സ്റ്റേഷൻ മാസ്റ്റർ, ഡിവിഷണൽ ഓഫീസർ വരെ ആവാം. ക്ലർക്കാണെങ്കിൽ സീനിയർ ക്ലർക്ക് ആവാം, സെക്ഷൻ ഓഫീസർ വരെ ആവാം. സോ നല്ല പ്രൊമോഷൻസും സ്കോപ്പും ഒക്കെ ആക്ച്വലി ഇവിടെ വരുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ പോസ്റ്റിംഗ് മേ ബി സിറ്റീസിലായിരിക്കാം, അർബൻ ഏരിയയിലായിരിക്കാം, അല്ലെങ്കിൽ സെമി അർബൻ ഏരിയാസിലായിരിക്കാം. നൈറ്റ് ഷിഫ്റ്റ് മേ ബി ഉണ്ടാവാം. സ്റ്റേഷൻ മാർക്കർ ഗാർഡൊക്കെ ആണെങ്കിൽ ഫിസിക്കൽ വർക്ക് അങ്ങനെ വരുന്നില്ല. കൂടുതലും ഡെസ്ക്, കൺട്രോൾ റൂം ജോബ്സാണ് വരുന്നത്, ഓഫീസ് ജോബാണ് വരുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്. പ്രൊഫഷണൽ വർക്കിംഗ് കൾച്ചർ, 12th ഡിഗ്രി ഓപ്ഷൻ, ഫാമിലി ബെനിഫിറ്റ്സിൻ്റെ ലൈഫ് ടൈം ജോബ് സെക്യൂരിറ്റി ഇവിടെ ഗ്യാരണ്ടീഡ് ആണ്. സോ 500 റുപ്പി പെർ മന്ത് ബേസിസിൽ 2026 നടക്കാൻ പോകുന്ന RRB NTPCക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യിക്കുന്നുണ്ട്. സോ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ.